ഞാൻ ഭാര്യക്ക് സുഖമില്ലാത്തതുകൊണ്ട് ചെറിയ കറീൻ്റെ പ്രോഗ്രാമിനും പച്ചക്കറിയും എല്ലാം അവൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ മീൻ കിട്ടിയുണ്ട്. അതിൻ്റെ മഞ്ഞളും മുളകിലിട്ട് മീൻ കറി വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിൽ ഉപ്പിട്ട് അങ്ങനെ ലേശം മുളക് ഇട്ട് അപ്പം മഞ്ഞളും മുളകുമായി. അപ്പോൾ ലേശം ഞാൻ ലേശം മീൻകറി വെക്കുകയായിരുന്നു. അപ്പോൾ പച്ചക്കറിയെല്ലാം ഭാര്യ അനുജത്തി ഇവിടെ വെച്ചിട്ട് പോയതാണ്. അവർക്ക് ജോലിക്ക് പോകേണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു കറീൻ്റെ ഒരു പരിപാടി നോക്കുവാണ്. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം എനിക്കൊന്നും ഇങ്ങനെ പരിചയമൊന്നുമില്ല. എന്നാലും ഇന്ന് ലീവ് എടുത്തിട്ട് നിന്നിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. എന്നാലും ചെറിയ രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ നമ്മൾ ഉണ്ടാക്കുക. പെണ്ണുങ്ങൾക്ക് സുഖമില്ലാഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യണ്ടേ, ഒരിക്കലും സഹായം വേണ്ടേ, അല്ലാണ്ട് ശരിയാകില്ല. നമ്മൾ ഓല മാത്രം ഒറ്റക്കാക്കിയാൽ ഓലുണ്ടാക്കി തരുന്നത് മാത്രം നമ്മൾ നിന്നിട്ട് ജീവിച്ചാൽ ശരിയാകില്ല. ഒരിക്കലും സഹായം വേണ്ടേ. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ കണ്ട വയ്യായിക വരുമ്പോൾ എല്ലാം നമ്മളൊരു തണൽ വേണ്ട അവർക്ക്. അപ്പോൾ ഞാൻ ചെറിയൊരു മീനിൻ്റെ പരിപാടി, മീൻ കിട്ടാൻ വൈകിനേനും പച്ചക്കറികൾ നേരത്തെ വാരിനെനിക്ക് വെച്ചു. ഞാൻ മീൻ വാങ്ങാൻ കാരണം എൻ്റെ മകൾക്ക് മീനില്ലാതെ ഭക്ഷണം ഇഷ്ടമാകില്ല, ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഇന്നലെ തന്നെ ലേശം പച്ചക്കറി മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ തീരെ ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ എല്ലാം കൂടി വടകര പോയി ലേശം ഒരു 2-3 അയല കുട്ടികൾ വാങ്ങിക്കൊണ്ട് വന്ന് കറി വെച്ച്. അപ്പോൾ ഇനിയിപ്പോൾ മോക്ക് വേണ്ടിയിട്ട് ഇത് പ്രിപ്പറേഷൻ ആക്കണം, എന്നിട്ട് ഓക്ക് കൊടുക്കണം. അല്ലാണ്ട് ഓള് ഭക്ഷണം കഴിക്കില്ല, ഭയങ്കര പ്രയാസം. അതുകൊണ്ടാണ് ഓൾക്കാണ് ഇഷ്ടം. ഞങ്ങൾക്ക് മീനൊന്നും വേണമെന്നില്ല. ഞാനും അത്ര മീൻ കൊണ്ടുവന്നതാ. പിന്നെ മേഡം എനിക്കത്ര മീൻ വാങ്ങി തന്ന് ഞാനും കൂടി പോയതാ. കഴിയല്ല എന്താ വെച്ചാൽ എനിക്ക് നടക്കണം, കുറേ സായി നടക്കാതെ. അപ്പം ഇന്ന് ഞാൻ നടന്നു പോയില്ല. മറ്റേ ഞാനും അമ്മി നടക്കുന്നില്ല, അപ്പം പിന്നെ നടന്നു പോയില്ല. കുറേ സായി ഞാനിങ്ങനെ ആ കൈ പിടിക്കാണ്ട് നടക്കുകയും ചെയ്യും. ഇന്നല്ല മീനില്ലാത്തതുകൊണ്ട് ഞാൻ ചോറ് വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഞാൻ നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലേ ചാനല്. നിങ്ങൾക്കോ? എനക്കും മീൻകറി എല്ലായിടത്തും ഒന്നുകൂടാണ്. നിങ്ങൾക്കോ? കറി കലക്കി കഴിഞ്ഞു. ഞാൻ ഇനി ഇത് അടുപ്പത്തേക്ക് കൊണ്ടുപോവാണ്. അടുപ്പത്ത് വെക്കട്ടെ. ഇന്ന് എൻ്റെ അമ്മ വെച്ചിട്ടേക്കാൻ കൂട്ടെ നമുക്ക് സുഖമായിട്ട് ഞാൻ എൻ്റെ അച്ഛൻ വെച്ചിട്ട് കൂട്ടി നോക്കട്ടെ. രസമില്ലെങ്കിൽ ഞാൻ നാളെ തൊട്ട് അമ്മേനെ കൊണ്ട് വെപ്പിക്കും. തിന്ന് നോക്കട്ടെ നിന്ന് തെറ്റുണ്ടോ ഇല്ലോ എന്ന്. ഞാൻ വെക്കായിരുന്നു, എൻ്റെ കൈവെടുക്കാവില്ല. ഞാൻ സുന്ദരി മോളല്ലേ. നിങ്ങൾക്ക് ഞങ്ങളീൽ എന്നെ കാണുമ്പോൾ തോന്നുന്നില്ല. ഞാൻ നല്ല ഭംഗി വെച്ചില്ലേ. അപ്പോഴത്തെ കയ്യിലും വെക്കില്ലായാലും പിന്നെ ഭംഗി പോയി പോവില്ലേ. അതുകൊണ്ടാണ് ഞാൻ വെക്കാതെ. ഇതെല്ലാം വേഗം കഴിയുന്നൊരു പരിപാടിയാണ്. പക്ഷേ പെണ്ണുങ്ങൾക്കുള്ള വിഷമങ്ങൾ പെണ്ണുങ്ങളെ വിഷമങ്ങൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. എന്തെല്ലാം പ്രയാസം ഒരു കറിയും ചോറും വെക്കുക. നമ്മൾ വലിയ കാര്യത്തിൽ ആകില്ലേ, എന്തായി പോയി, നേരം പോയി എന്നും ചോദിക്കും. പക്ഷെ അതിനായിട്ട് ചീഞ്ഞു നോക്കണം. എത്ര പ്രയാസങ്ങളുണ്ട്. അത് വെച്ചിട്ടാക്കി കൊണ്ടുവരാനും, അത് കറിയാക്കാനും, അത് ചോറാക്കാനും, അത് ഉരുത്തിരിഞ്ഞ് എല്ലാം കൊണ്ടുവന്നിട്ട് എല്ലാം നേരെവണ്ണം ആക്കി എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്. അത് ഓല് നമ്മൾക്ക് അങ്ങനെ റെഡിയിൽ ശീലിച്ചുകൊണ്ട് ആക്കി തരുന്നല്ലാണ്ട് ഇത്ര പ്രയാസങ്ങളാണ് നമ്മൾ അറിഞ്ഞിട്ട് അനങ്ങാണ്ട് നിൽക്കുക ഓലോടല്ലോ. കുറേ ഓലക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വെറും ഓല മാത്രം പറഞ്ഞിട്ട് ഓല വിഷമിപ്പിക്കരുത്. ശരിക്കും ഓല് നമ്മളെ ദൈവങ്ങളാണ് നമ്മൾ ഭാര്യമാരും അമ്മമാരും അല്ല. എന്താ വെച്ചാൽ ഓലില്ലാണ്ട് നമുക്ക് ഭക്ഷണം ശരിക്കും പാകം ചെയ്ത് കഴിക്കാനായാലും പാകം. എൻ്റെ കറി നല്ലോണം പതച്ച് വരുന്നുണ്ട്. ഇതാ നല്ലോണം മേലായോളം പതച്ച് ഇത് എൻ്റെ കറി ശരിയായിരിക്കുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ശരിയാക്കിയത്.
മകൾ 2 ദിവസമായി കറിയൊന്നും കൂട്ടാതെ മീൻകറി ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാണ്ട് നിന്ന്. അപ്പം ഇത് ഏകദേശം ശരിയായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ രസമെല്ലാം മോളും നിങ്ങളോട് പറഞ്ഞു തരും. ഒരിക്കലും എല്ലാം ഹായ്. ഇങ്ങളെല്ലാവരും വിളിച്ചോണ്ട് അച്ഛനാ മീൻകറി കടകയില് കോയല കഴിച്ചു തരും, പിന്നെ കൂന്ത കഴിച്ചു തരും. പിന്നെ പൈസ ഇല്ലെങ്കിൽ അക്കൗണ്ടിലെടുത്തിട്ടൊക്കെ കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ വിളിച്ചാൽ മതി. ആ സേവ് ചെയ്ത് കാണാം.